ഹലോ ഗെയ്സ്, നമ്മളപ്പോൾ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ രണ്ടാം പാർട്ട് കളിക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യ പാർട്ടിൽ നമ്മൾ രാത്രി ആയപ്പോഴത്തേനും 2 പൂളെ കിട്ടിയുള്ളതുകൊണ്ട് നമ്മൾ വേറെ ഒരു ജീവിയും നമ്മളൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ഒളിച്ചു കയറിയിരുന്ന സ്ഥലമാണിത്. നമ്മൾ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. കുറച്ച് വെളുപ്പാങ്കാലം ഇതുകൊണ്ട് തോന്നുന്നു സോംബിയോടൊന്നും ഇതുവരെ ചാത്തട്ടില്ല. കണ്ട വരുന്നു പുറത്ത് കേട്ടോമാർ. നമുക്കൊരു ഫൈറ്റ് ആദ്യമായിട്ട് ഇതിനകത്ത് എടുത്ത് നോക്കിയാലോ? ചുമ്മാ ഒരു രസം, ഒരു മനസ്സുഖം. ഓക്കെ, ചെന്തികളൊക്കെ എന്നെ അന്വേഷിച്ച് വരിക. എന്നാ പിടി, ഇപ്പം അടി കിട്ടിയനെ. സ്ട്രിങ് കിട്ടി. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. നമുക്ക് ആടിനെ കണ്ടുപിടിക്കണം. ഇവന് എന്നെ അടിക്കാനായിട്ട് വരുക. അല്ല പകലായി കഴിഞ്ഞ് ഇതുങ്ങളൊന്നും അടിക്കാത്തതാണല്ലോ. അത് പാടില്ല. സ്കെൽട്ടൺ. ഈ കൂട്ടത്തിൽ സ്കെൽട്ടൺ, ക്രീപ്പർ, വേറെ ആരെ എനിക്ക് പേടിയില്ല. സ്കെൽട്ടനെ ക്രീപ്പറിനെ എനിക്ക് പേടി. ഇവിടെ ഒന്നും ആടില്ലേ? ആടൊക്കെ നാട് വിട്ടെന്നാ തോന്നുന്നു. അപ്പോൾ ഗെയ്സ്, നമുക്ക് അടുത്ത ആട് കണ്ടുപിടിക്കണം. നിങ്ങൾ ആ സമയം കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ലൈക്ക് ആടല്ലേ അത്? ഞാൻ ലൈക്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുവാണ് കേട്ടോ. ആടാണെന്നാണ് തോന്നുന്നത്. അവിടെ എവിടെയോ ഞാൻ കണ്ടല്ലോ ഇപ്പോൾ. ഒരാട് മതിയായിരുന്നു നമുക്ക്. ഓക്കെ, നമ്മൾ കളി ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്ക് ബെഡ് കിട്ടി. നമുക്ക് ഇനി ബെഡ് ഉണ്ടാക്കാം. അതിന് മുന്നേ ഇതൊന്ന് പറിച്ചിട്ടേക്കാം. ബെഡിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിടന്നുറങ്ങാവുന്നതിന് മാത്രമല്ലല്ലോ പ്രധാനം, വിശപ്പും കൺട്രോൾ ചെയ്യണം നമുക്ക്. ഓക്കെ, നമുക്ക് ഇനി ബെഡ് ഉണ്ടാക്കാം. ബെഡ് ഉണ്ടാക്കാൻ നമ്മളിതുവരെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയില്ലേ? എന്തെങ്കിലും ഉണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് വൈറ്റ് ബെഡ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സെറ്റപ്പ്. നീ ഇത് പൊട്ടിച്ചെടുത്തോണ്ട് നമുക്ക് പോയി. ഓക്കെ, നമുക്കിനി വീട് പണിയാം. നല്ലൊരു വീട് തന്നെ നമുക്ക് പണിയണം. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് വേണം ഒരു നല്ല വീട് പണിയാം. ഓക്കെ, നമുക്ക് നല്ല വെടിക്കെട്ട ഒരു സ്ഥലം കിട്ടി. നമുക്ക് വെറും 25 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഒരു പന്നിയല്ലേ, എന്നെ തട്ടിയേക്കാം. ചുമ്മാ ഞാൻ വീട് പണിയുന്നിടത്തോട്ട് വന്ന് ഈ സാധനം ഈ പണ്ടാരൊക്കെ ഓരോന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. മനുഷ്യനെ കൊല്ല. ഇവിടെ നമുക്ക് ഡയറക്റ്റ് വെച്ച് ഇച്ചിരി കൂടെ നീളം കൂട്ടാക്കട്ടെ, അല്ലാതെ നമുക്ക് പറ്റുമില്ല. വലിയ വീടൊന്നും അല്ല കേട്ടോ നമ്മൾ പണിയുന്നത്, ചെറിയൊരു വീട്. നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ളത് മതിയില്ല, അതുകൊണ്ട് മാത്രം. നമുക്കിപ്പോൾ 2 സ്റ്റെപ്പ് വീതം ഇവിടെ ഒരു കോർണറിലും കൂടി ഇട്ടാക്കാം. ചുമ്മാ ഓക്കെ, ഇനി നമുക്ക് ഇത് കൂട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ നല്ല ഇത് കൂട്ട് കട്ട് ചെയ്യണം. ഇത് കൂട്ടിടാം. ഇതാണെന്ന് തോന്നുന്നു ഇച്ചിരി കൂടെ നല്ലത്. പക്ഷേ ഇത് കൂട്ട് അവിടെ ഉണ്ടല്ലേ, അപ്പോൾ ഇത് കൂട്ട് തന്നെ. ഇതാ എളുപ്പം.
ബാക്ക്ഗ്രൗണ്ടിൽ പട്ടിയുടെ കുറേ കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കേണ്ടതാണ്. എന്തിനോ കണ്ടേച്ച് ഞങ്ങളുടെ പട്ടി കുരയ്ക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, ഈ 4 സൈഡ് ഈ 2 വീതം ചെയ്യുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് സെറ്റപ്പ് ആക്കാം. പിന്നെ രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേനും ഒരുത്തനും നമുക്ക് പണി വേല. ഒരുത്തനും അയ്യോ തടി തീർന്നു പണിത്. അത് ചീറ്റിംഗ് ആയിപ്പോയി പണകാളി. അതെന്നാ പന്ന പരിപാടിയാണ് കാണിച്ചത്. എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ രാത്രിയാവുമെന്ന്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കണം. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവന്മാർ വന്ന് നമ്മളെ തട്ടും. അതിന് മുന്നേ നമുക്ക് നമ്മളെ തട്ടാതിരിക്കാനായിട്ടുള്ള പണി ചെയ്യണം. ഏകദേശം ഒരു പൊക്കത്തി ഇരുത്തുവാണെങ്കിൽ നമ്മളെ ഒരുത്തനും എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്കൊപ്പമാണല്ലോ പുല്ലൊക്കെ വളർന്നിരിക്കുന്നത്. പിന്നെ ആവട്ടെ നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കാം. ഇങ്ങനെ അങ്ങ് ചെയ്യാമല്ലേ. ഇങ്ങനെ വെച്ചാൽ തന്നെ അത്യാവശ്യം അടി കൊള്ളാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ 10 കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഫുള്ളാവുമോ? ഫുള്ളാവണമല്ലോ അല്ലേ? ഓ കറക്റ്റ് സെറ്റപ്പ്. ഇനി നമുക്ക് വേണേ അടുത്ത പരിപാടി ചെയ്യാം. നമ്മുടെ ഇത് കൂട്ട് തടിയില്ലേ, ഓക്കെ, ഇതിങ്ങോട്ട് തകർക്കാം. ഓക്കെ, നമുക്ക് ഇത്രയായി. ഇനി നമുക്കിടാം. ചുമ്മാ ഒരു ഡിസൈൻ ഇട്ട് നോക്കുന്നതാണ്. വലിയ ഗുണമൊന്നും കാണുമല്ലോ. നമുക്ക് ചുമ്മാ അങ്ങ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് കൂട്ടിക്കൊണ്ടിടാം. ഇനിയിപ്പോൾ അടി കൊള്ളുകയില്ല വേറെ ആരുടെയും. വരുത്തം പോലും നമ്മൾ ഇനി തൊടി വരാം. ഇനി നമുക്ക് ബെഡൊക്കെ ഇവിടെ വയ്ക്കാം. ബെഡ് ഇവിടെ വയ്ക്കാം. ഇവിടെ അല്ലല്ലോ വെക്കണ്ടേ, മാറിപ്പോയി. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരിയാവില്ല. ഇവിടെ ഓക്കെ, നമുക്ക് ഇനി ക്രാഫ്റ്റിംഗ് ടേബിള് എടുത്ത് വയ്ക്കാം. നമ്മളൊരു കാര്യം മറന്നു, കല്ല് വെട്ടാൻ മറന്നു. കുഴപ്പമില്ല, ഇപ്പോൾ രാത്രിയായില്ലേ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനിയും നമുക്ക് നിങ്ങൾ ഈ വീഡിയോ ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.